ഇതൊരു പിടികൂടി പിടിക്കും. വെള്ളം ഒഴിയടാ. മതി. എന്റെ മലദൈവങ്ങളെ, അല്ല ഞാൻ ആലോചിക്ക, 2 കൊല്ലം മുമ്പ് ജയിലിൽ വെച്ച് ഉസ്താദിനെ കണ്ടുമുട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം പട്ടിണിക്കാനെ. മതി 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 നിർത്ത. പറഞ്ഞല്ലേ പറ്റൂ. ഉസ്താദ് ജയിലിൽ പോയാ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയാ. അത് ഉസ്താദിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഉസ്താദ് ജയിലിൽ പോയാ ഞാൻ അട്ടപ്പാടി പോവും. അങ്ങനെ ഞാൻ എന്റെ അമ്മയെ ചെളിച്ച് കളിച്ച് വരച്ച് അല്ലേ. മതി മതി നിർത്ത. നീ ദീപം എടുത്ത് കത്തിച്ചേ. അപ്പൊ അതല്ല എടുത്തിരിക്കണേ, എടുത്ത് കത്തിച്ചൂടെ? എല്ലാത്തിനും ഒരാള് കാണുന്ന വെച്ചാ ഒന്നും ഒറ്റയ്ക്ക് പറ്റില്ല. അല്ല, എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരാണ് ഇതൊക്കെ ഒലിച്ചെറിഞ്ഞു പോയാനെ. എങ്കിൽ പോയായിരുന്നില്ലടാ. എന്തേ പോവാത്തെ? പോയാൽ ഇതുപോലെ 3 നേരം സുഖമായിട്ട് ഞണ്ണാൻ വേറെ എവിടെ കിട്ടും അല്ലേ? എല്ലാവർക്കും കാര്യം കാണാൻ അച്ചൂട്ടി വേണം. അത് കഴിഞ്ഞാ പിന്നെ റൗഡി വാടക കൊണ്ട. ഒറ്റ പട്ടിക്ക് നന്ദിടാ, നന്ദി. ഉസ്താദ് പട്ടിന്ന് വിളിച്ച തന്നെയാണോ? അല്ലടാ, ആ കള്ള കഴിവേറി ഇട്ടിച്ചനെ ജയിലിൽ കയറി ആ നിമിഷം ഇറക്കാമെന്ന് പറഞ്ഞതാ തെണ്ടി. അവസാനം എന്നെ ഇറക്കാൻ ആ സേതുരാമൻ മുതലാളി വേണ്ടി വന്നു. അതിന് സൈന്യത്തിന്റെ കൈയും കാലും തല്ലുപടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിർത്തടാ നിന്റെ ഉപദേശം. അതൊക്കെ പോട്ടെ, നീ ആ പാട്ടൊന്ന് പാടിക്കേ. ഏത് പാട്ട്? നിന്റെ അട്ടപ്പാടി പാട്ട്. ആ പാട്ട് ഇപ്പൊ മാറണ? വേണം, ഇപ്പൊ തന്നെ മാറണം. ഇപ്പൊ പാടണം. അന്ന് ഞാൻ പാടിത്തരാം. ഉസ്താദ് തടി ഞാൻ പാടാം. ഓരമ്മാമി കൊയിലൂതണി ചങ്കരമ്മാമി താളടിച്ചണ്, ഇത് കണ്ടിട്ട് ബ്രോ താളി തൊയ്ച്ചണ തൊയ്യമ്മയ്യപ്പം താരാ. കൊച്ചിനെ ചെന്നെല്ലും വാട്ടി വാട്ടി വച്ച് അങ്ങനെ ഇല്ലി പട്ടിന്റെ അടക്കോട പോടണ കോട്ടം കണ്ടയ്യപ്പം താരാ. ശ്രീരാമനും ലച്ചമണനും അഞ്ഞിനെ 2 തോയിമാരും പെരി പെരി പറഞ്ഞാണ് അവര് ചിത്താൻ വെട്ടി കളിച്ചണതമ്മോ. പരമവി 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 എന്നെ കൊണ്ട് പാടാൻ വയ്യ. നീ പാടിയേ പറ്റൂ. ഞാനൊരു പാവം കിട്ടാതെ എനിക്ക് വയ്യ. മതി, എനിക്ക് മടുത്ത് ചവിട്ടും കൂട്ടും. ഞാനിനി ഇവിടെ നിൽക്കില്ല, ഞാൻ പോവാ. എങ്കി പോടാ. സ്വന്തം തന്തയും തള്ളയും വേണമെന്ന് വെച്ചില്ലടാ എന്നെ. പിന്നെയാണോ നീ? പോടാ പുല്ലേ. എന്നെ ചവിട്ടിയല്ലേ എനിക്ക് ശ്വാസം വിടാൻ പറ്റില്ല. ഇതെന്നും പറയണ പോലെയല്ല. ഞാനിനി പഠിക്കാൻ കാര്യത്തില്ല. ഇറങ്ങി പോടാ. എങ്ങനെ ഉസ്താദിന്റെ മുഖത്ത് നോക്ക? ഇതുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇനി ധൈര്യമായി. ശരാ കാത്തിരക്ഷിക്കണേ. ഉസ്താദെ, ഉസ്താദെ എഴുന്നേൽക്ക്. എന്തിനാ ഉറക്കത്? എഴുന്നേൽക്കാൻ. ഇന്നലെ ഫിറ്റായപ്പോ ഞാനും ഉസ്താദ് എന്തൊക്കെയാ പറഞ്ഞു. അത് എനിക്ക് ഉസ്താദിനെ തീരെ ഓർമ്മയില്ലല്ലേ? ഇനി പഠിക്കകത്ത് കയറില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലടാ നീ. അതൊക്കെ എന്നും പറയണതല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇന്നു മുതൽ ഈ കൈ കൊണ്ട് ഞാൻ ഒരു തുള്ളി മതിയാൻ തൊടില്ല, അത് ഉറപ്പാ. മണിയാ, നീ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി മാറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. അതവിടെ നോട്ടെ. എന്തിനാ അതിന്റെ പുറത്ത് കയറണേ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റില്ല. തകർക്കാൻ പറ്റാത്ത വിശ്വാസാ. ഒരു ബീഡിങ് എടുത്ത്. അങ്ങനെ നല്ല കാര്യം ചോദിക്ക്. എവിടെ പോയി കിടക്കുന്നത്? ആവശ്യം നേരത്ത് മഞ്ഞൾ കൂവാന്ന് പറഞ്ഞ പോലെയാ. ഉസ്താദേ, ഉസ്താദിന് കുളിക്കണ്ടേ? പിന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് എല്ലാരും വന്നിട്ടുണ്ട്. ദാക്ഷായണിയും ദേവകിയും ഖുശ്ബു ഒക്കെ ഉണ്ടോടാ? ഖുശ്ബിന് ഉണ്ടാവില്ല. ഖുശ്ബു കഴിഞ്ഞ ആഴ്ച കൊതുകിന് മരുന്നടിക്കുന്ന ആളുടെ കൂടെ ഒളിച്ചോടി പോയി. ഒരു കണക്കിന് ആലോചിച്ചാൽ അതും നല്ലതാ. അവക്കെങ്കിലും ഇനി കൊതുകുകളി കൊള്ളാ കിടന്നുറങ്ങാമല്ലോ. ഖുശ്ബു പോണെങ്കിൽ പോട്ടന്റെ ഉസ്താദേ, പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ. മനീഷ്? മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ. ഉസ്താദ് വന്നാട്ടെ, ഞാൻ കാണിച്ചു തരാം. ഹലോ നഴ്സമ്മേ, സുഖാണോ?
ഞാൻ വരുന്നു എന്ന് കേട്ടപ്പോഴേക്കും നഴ്സുമാരെയൊക്കെ നാട് കടത്തിയല്ലേ? ടീച്ചർമാരെ പോകണ്ടോ? ഒരുപാട് വെണ്ടയ്ക്ക് വെച്ച കാലം പോലെയായി. അതെ, 3-4 നല്ല പീസുകളെ കൊണ്ട് നിർത്തണം. വെള്ളരിപ്രാവുകൾ ഇവിടെ പാറി നടക്കട്ടെ. അതെ, നടക്കട്ടെ ഇങ്ങട്. അത് വീടിന്റെ ഒരു ഐശ്വര്യ. ആ അതെ, ഉസ്താദിനെ കൊണ്ടുവരുമ്പോ എനിക്ക് കൂടെ സൂട്ടായി പറഞ്ഞതിനെ കൊണ്ടുവരണേ. ഒരു ജീവിതം വിൽക്കാനുണ്ട്. ലൈഫ് ഫോർ സെയിൽ. വേനെടുക്കണ്. വരുന്നുണ്ട് നാശം. മനുഷ്യന് ഇനി ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ആ മാറ് മാറ്, വെള്ളം എടുക്കൽ. പിന്നെ നീ എന്തായാലും നോക്കി പഠിപ്പിക്കണേ. കുടം എന്തിനാ എടുത്ത് മാറ്റി പറഞ്ഞാൽ വയസ്സായില്ലേ? എവിടേക്കാ നോക്കണേ? കർമ്മ നിന്റെ അപ്പ നിന്റെയാ. നീ പോയി ഞാൻ കൂട്ടല്ല അതിന്. ഞാൻ പുളി തുടങ്ങല്ലേ ഉസ്താദേ? എന്താ സുഖം തന്നെയല്ലേ? ഒഴിക്കടാ, ഒഴിക്കേ. വെള്ളമെടുക്കുന്ന പെൺകുട്ടി കുളിക്കണോ? നമ്മുടെ ചേട്ടനെ സോപ്പ് തേക്കുമ്പോ നീ പാടടി. അങ്ങനെ കിന്നരിച്ചോമെനി ചെയ്യ നമ്മുടെ കൊച്ചേട്ടാ. പുറന്തേക്ക് എന്താ നോക്കുന്നേ? കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതാ. ഞാൻ കുറച്ച് വെള്ളം എടുത്തോട്ടെ. കുട്ടികൾ വെള്ളം കൊണ്ടാ സ്കൂളിൽ പോണത്. ആ സ്കൂളിന്റെ പേരെന്താ? അഡ്മാഷ പേരുണ്ട് പറഞ്ഞ ഉസ്താദ് നമുക്കൊന്ന് അവിടത്തോളം വരെ പോകണ്ടോ? നാണോ മനുമില്ലാത്ത വൃത്തികെട്ടവേ. ദേവകി എന്താ പറഞ്ഞത്? ഒന്നുമില്ല, സോപ്പിന് നല്ല മണമുണ്ടെന്ന് പറയായിരുന്നു. കേട്ടിട്ടില്ലേ? വാഷിംഗ് പൗഡർ നർമ്മ, വാഷിംഗ് പൗഡർ നർമ്മ. ഉസ്താദിന് ജയിലിൽ നിന്ന് കുളിക്കാൻ കൊടുത്താ എന്താ വേണ? ദാശാണിക്കൊന്ന് മണത്ത് നോക്കണം. അതവിടെ വെച്ചിട്ട് വെള്ളം ഒഴിക്കേ. വെള്ളം ഒഴിക്കണം. മനീഷ, ഇതാണ് ഞാൻ പറഞ്ഞ മനീഷ കൊയിലാളാ. എങ്ങനെയുണ്ട് ഉസ്താദേ? മനീഷ മണിയാ, കൊയ്യാളിയോട് വെള്ളം എടുത്തോളൂ. മനീഷ വെള്ളം എടുത്തോളൂ. അവൾ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ എത്ര നേരം ഇവിടെ നിൽക്കുന്നു. അവള് വെള്ളം എടുത്തിട്ട് നിങ്ങൾ വെള്ളം എടുത്താ മതി. എടുത്തോടി. അരി അടുപ്പത്തിട്ടാ വന്നിരിക്കുന്നത്. അങ്ങനെ ഒന്നും കഴിക്കാതെ പിണങ്ങി പോയി കാണും. അങ്ങേര് പോണേ പോട്ടടി. പിന്നെ ഞാൻ കെട്ടിക്കോളാം. തോലയിൽ ഇഴത്തി വീഴോടാ കാലുമോടാ. അയ്യോ, അപ്പൊ അത് മനസ്സിലായില്ലേ? ഇത് ഉസ്താദിന്റെ ഒരു നമ്പർ അല്ലേ? ഇനി എന്തൊക്കെ നമ്പർ കാണാൻ കിടക്കുന്ന എന്റെ പെങ്ങളെ. എന്താ കൊയിലാളിക്ക് വേദനിച്ചോ? നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഒഴിക്കടാ വെള്ളം. അത് കുളിച്ചാട്ടെ. ഓ, ഒന്ന് വേഗം ഇറങ്ങാശാനെ. ആളുണ്ട്. ആ വരൂ. സേതുരാമ സാറ് പൂജാമുറിയില്ല. ഒന്നും പേടിക്കണം. സുപ്രഭാതം. ഇരിക്കൂ. ബിസ്മില്ലാ ഖാന്റെ ഷഹനായി വല്ലാത്തൊരു മൂടാണ്. എന്താ പറയുക, ദിവ്യാനുഭൂതി എന്നൊക്കെ പറയില്ലേ? ശരിയാ. ഇരിക്കൂ. തിരുവമ്പാടിക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആകെ ടെൻഷനില്ല. എന്നെ രക്ഷിക്കണം അവിടുന്ന്. എന്താ ഇത് ഈശ്വര? ആവനാഴിയിലെ അവസാനത്തെ അമ്പാണെന്നറിയാം. എന്താ അതെന്റെ പ്രശ്നം? പാർട്ടി ഇത്തവണ എനിക്ക് മത്സരിക്കാൻ ടിക്കറ്റ് ഇതെല്ലാം തീരുമാനിച്ചു. ആ അലക്സാണ്ടർ ഗ്രൂപ്പും എനിക്കെതിരെ ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുക. ഇത്തവണ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കുന്ന ഇവരും എന്നെ കൈയൊഴിയും. അപ്പൊ അലക്സാണ്ടർ ആണ് തന്നെ പിന്നിൽ നിന്നും കുത്തിയത് അല്ലേ? പിന്നിൽ നിന്ന് മാത്രമല്ല, തരം കിട്ടുമ്പോഴൊക്കെ മുന്നിൽ നിന്ന് കുത്താറുണ്ട്. അലക്സാണ്ടറും തിരുവമ്പാടിയെ പോലെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത വിധത്തിൽ പ്രശ്നം സോൾവ് ചെയ്താ പോരെ? അല്ല, അതിപ്പോ എങ്ങനെയാ? താൻ സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിക്കുന്നു, മത്സരിക്കുന്നു,
ജയിക്കുന്നു, MLA ആകുന്നു. അത്ര പെട്ടെന്നൊരു പാർട്ടി ഉണ്ടാക്കുക, മത്സരിക്കുക, ജയിക്കാന്നൊക്കെ പറഞ്ഞ എന്റെ തിരുവമ്പാടി, പുതിയ പാർട്ടി ഉണ്ടാക്കാനാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും എളുപ്പം. എന്നും പുതിയതിനെ സ്വീകരിക്കുവാനാണല്ലോ നമ്മുടെ ജനങ്ങൾക്ക് ഏറെ താല്പര്യം. എന്താടോ വിശ്വാസം വരുന്നില്ലേ? ഈ സേതുരാമയ്യരുടെ പ്രവചനം ഒന്നും തെറ്റാറില്ല. താൻ ഇപ്പോഴേ മന്ത്രിക്കുപ്പായം തയ്പ്പിച്ചു വച്ചോ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. സേതുരാമനെ സ്നേഹിക്കുന്നവനെ സേതുരാമൻ ഒരിക്കലും കൈവിടില്ല. അതാണ് സേതുരാമയ്യർ.